ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴത്തെ ഐറ്റം ഇതുപോലുള്ള റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമല്ല അല്ലേ? അപ്പോൾ ഞാനിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ പാസ്തയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം നേരെ വീഡിയോയിൽ പോകാം. ആദ്യം എണ്ണ ഒഴിക്കുക. എണ്ണ എടുത്തിട്ട് അതിലേക്ക് ചിക്കനിൽ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് മാരിനേഷൻ ചെയ്യുക. ആദ്യം ചെറിയ ചെറിയ പീസസ് ആണ് കേട്ടോ ചെയ്തുള്ളത്, കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ സംഭവം അതാണ് ഞാൻ ചെയ്യുന്നുള്ളത് കേട്ടോ. നമ്മൾ ചിക്കനിൽ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് ഇട്ടിട്ടൊന്ന് നമ്മൾ എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. എന്താ കഴിഞ്ഞു, നമ്മുടെ ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ചിക്കൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഉപ്പ് സെയിം പാനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരു സൈഡ് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ 2-3 വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അതൊന്ന് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ വലിയൊരു പാൻ എടുക്കുക. അതിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ മൈദ ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിട്ടിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇതിനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് സോസാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമ്മളിതിനെ എന്താണ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മുടെ മൈദനെ ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാല് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് കട്ടയില്ലാതെ നമ്മൾ കുറുക്കിയെടുക്കണം. നമ്മുടെ കട്ടകളൊന്നും പാടില്ല. ഇത് നമ്മൾ ഇതിൽ തന്നെ അലിയിച്ചെടുക്കണം. നമ്മുടെ കട്ടയായതൊക്കെ അലിയിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിയുന്നവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതാ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം. മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനൊന്ന് കുറുക്കിയെടുക്കാം. ചീസ് ഇട്ടിട്ടാകുമ്പോൾ നല്ല ഇങ്ങനെ വെളിഞ്ഞ് വരും. അപ്പോൾ കുറച്ച് നമ്മുടെ ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാൻ മറക്കരുത്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ചിക്കനും ഗാർലിക്കും ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്. മക്രൂണി ആയാലും കുഴപ്പമില്ല, നമ്മുടെ നോർമലി പാസ്ത ഉണ്ടാക്കുന്ന ആ ഷേപ്പായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മുടെ നോർമലി മക്രോണീൻ്റെ ആ ഷേപ്പിലുള്ള ഇത് ഞാൻ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മക്രോണിയാണ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കണക്കാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിട്ടിട്ട് നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നമ്മൾ കഴിക്കേണ്ടത് ചൂടോട് കൂടിയിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. തണിഞ്ഞാൽ ഇതിന് ഒരു ടേസ്റ്റുമില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പാട് കഴിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സോസ് കുറഞ്ഞാൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് സോസ് വേണം. പ്രത്യേകം ശ്രദ്ധിക്കുക, സോസ് ഇല്ലാതെ നിങ്ങൾ ചെയ്യരുത്. സോസ് വേണം. ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഈ ചില്ലി ഫ്ലേക്സ് ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ ഇത് ചേർക്കുന്നുള്ളത് വീണ്ടും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ കാണാൻ തന്നെ ഹൈ റിച്ച് ആണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക്